ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അർണസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ചിക്കൻ ഡിഷുമായിട്ട് തന്നെയാണ്, ചിക്കൻ അൽഫാം. അപ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് അർണസ് കിച്ചൺ കാണുന്നതെങ്കിൽ അഥവാ ഇതുവരെ അർണസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടി ചിക്കൻ ഇങ്ങനെ 3 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് നന്നായിട്ട് വരഞ്ഞും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിലേക്ക് മസാലകൾ പിടിക്കാൻ രീതിയിൽ നന്നായിട്ടും വരഞ്ഞും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് കേടും കൂടി ഒഴിച്ചിട്ടുണ്ട്. നല്ല കട്ടിയുള്ള കേടാണ് ഒഴിച്ചത്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ടാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇതിൻ്റെ ചിക്കൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇതൊക്കെ നന്നായിട്ട് പിടിക്കുന്ന രീതിയിലാണ് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ലെമണിൻ്റെ പകുതി കൂടി ഒഴിക്കുന്നത് ഫസ്റ്റ് ചേർക്കാൻ വിട്ടുപോയതുകൊണ്ടാണ് ഈ സമയം ചേർക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. ഒരു 3 മണിക്കൂറെങ്കിലും നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിത് ആദ്യം 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, കേടിലും ഇതിലൊക്കെ ചേർത്തിട്ട്. ഇനി നമുക്കതിൻ്റെ മസാലകൾ റെഡിയാക്കാം. മസാലകൾ ചേർത്തിട്ട് 3 മണിക്കൂറെങ്കിലും മിനിമം വെക്കണം, എന്നാൽ നമ്മളെ അൽഫാം റെഡിയാവും. അപ്പോൾ അതിനുവേണ്ടി മസാല റെഡിയാക്കാണ്. മല്ലി, ജീരകം, കുരുമുളക്, പട്ട, മുളക്, ഏലയ്ക്ക, കറാമ്പു, പെരിഞ്ചീരകം. അപ്പോൾ ഇതൊക്കെ നിങ്ങളെ ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് അളവിൽ മാറ്റം വരുത്താം. അപ്പോൾ ഞാനൊരു 10 ചുവന്ന മുളക് എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കുകയാണ്. അപ്പോൾ എല്ലാം ഒന്ന് നമുക്ക് വറുത്ത് പൊടിക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടായ ശേഷം ബാക്കിയുള്ള ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ മുളക് ഏകദേശം നന്നായിട്ട് ഇതായിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കി വെച്ച മസാലകൾ നന്നായിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ടുകൊണ്ട് നമ്മളിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അധികം ഇതാണ്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കുന്ന രീതിയിൽ ഒന്ന് ചൂടാക്കി നന്നായിട്ട് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇതൊന്ന് നമ്മുടെ മസാലകൾ ഏകദേശം ചൂടായിട്ട് നമുക്കിത് തണിയാൻ വേണ്ടി വെക്കാം. എന്നിട്ട് നമുക്കിത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ മസാലകൾ നന്നായി തണിഞ്ഞിട്ടുണ്ട്. ഇത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ മിക്സിയിലിട്ട് പൊടിച്ചെടുത്ത മസാലകളിലേക്ക് നമുക്ക് തക്കാളിയും ഒരു 4 പച്ചമുളകും ഒരു ചെറിയ സവാളയുടെ പകുതിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതേ പൊടി നന്നായിട്ട് അരച്ച ശേഷമാണ് നമ്മൾ ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നത്. ഇതൊന്ന് അരച്ച ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പുതിനയും മല്ലിയിലയും കൂടി ചേർത്തിട്ട് വേണം നമ്മളൊന്നുകൂടി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. എന്താ മണം, നല്ല മണമാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്യാം. മസാലകൾക്ക് ഉപ്പ് നമ്മൾ ചേർത്തില്ലല്ലോ, അപ്പോൾ ഉപ്പും കൂടി ഇതിൽ കുറച്ച് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി അരച്ചെടുക്കാം. ഇതിലേക്കും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ്റെ അകത്തേക്ക് നന്നായിട്ട് ഈ മസാലകൾ തേച്ച് പിടിപ്പിക്കാം. ഇങ്ങനെ മിനിമം ഒരു 3 മണിക്കൂർ, ഏറ്റവും കൂടുതൽ വെക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും നല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ എത്ര സമയം വെക്കാൻ പറ്റും അത്രയും നല്ലതാണ്. ഞാനിതൊരു 3 മണിക്കൂറേ വെക്കുന്നുള്ളൂ, എനിക്ക് അത്രയും സമയം കിട്ടിയുള്ളൂ. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 3 മണിക്കൂർ വെക്കാം. ഇപ്പോൾ കൈവച്ചിട്ടാണ് ഞാൻ നന്നായിട്ട് മസാലകൾ പിടിപ്പിക്കുന്നത്. അപ്പോൾ ഞാനിതൊരു 3 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 3.5 മണിക്കൂറോളം ഞാനിത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതിനി ഗ്രില്ല് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങളെ വീട്ടിൽ ഗ്രില്ലുണ്ടെങ്കിൽ ഗ്രില്ല് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് നോർമലായിട്ട് തന്നെ തവയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ മതി. അപ്പോൾ നമ്മുടെ അൽഫാം എപ്പോഴും നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പുതുതായിട്ട് ഗ്രില്ല് ചെയ്യുന്ന ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് പരീക്ഷണമാണ്. അപ്പോൾ ഞാനതിന് വേണ്ടി കരിയൊക്കെ ഇട്ട് നന്നായിട്ട് കത്തിച്ചിട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മേലെ നമുക്ക്
നെറ്റിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ പുറത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ചൂടാവട്ടെ. അപ്പോൾ ഞാനിത് ഓൺലൈനിലല്ല വാങ്ങിച്ചത്, ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണിത്. അപ്പോൾ ഞാനിത് അടുത്തുള്ള ഷോപ്പിൽ അവിടെ പോയപ്പോൾ കണ്ടപ്പോൾ ഒരാഗ്രഹം തോന്നി വാങ്ങിച്ചതാണ്. അപ്പോൾ അധികം വലിയ പൈസയൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കുറച്ചുകൂടി നമുക്ക് അൽഫാം ഉണ്ടാക്കാൻ കുറച്ചും കൂടി ബെറ്റർ. കാരണം ഇതാകുമ്പോൾ നമുക്ക് പുറത്ത് ഔട്ട്ഡോർ ഷൂട്ടിങ്ങിനും പുറത്തൊക്കെ പോകുമ്പോൾ ടൂറിനൊക്കെ പോകുമ്പോൾ നമുക്ക് എടുത്തിട്ട് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കരിയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. കണ്ടോ, കരിയൊക്കെ നന്നായിട്ട് തീയൊക്കെ വന്നിട്ടുണ്ട്. തീ കത്താൻ പാടില്ല കേട്ടോ, അധികം പാളി കത്താൻ പാടില്ല. കരി ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇനി ഇത് ഓരോന്നായിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഓരോ പീസായിട്ട് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ചൂടായിട്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് വെന്ത് വരികയാണ്. അപ്പോൾ ആ സ്മെല്ല് നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കരി ഒന്ന് കത്തിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് നാരങ്ങയും കൂടി പിഴിഞ്ഞ് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് തിരിച്ചിടാം. അപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെക്ക് പുറത്തേക്ക് ഞാൻ ജസ്റ്റ് ബാക്കി വന്ന മസാല ഒന്ന് തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്നുകൂടി കുറച്ചും കൂടി മസാല ഒന്ന് പിടിക്കാത്ത രീതിയിൽ സ്പൂൺ വെച്ചിട്ട് തിരിച്ചിട്ട ഭാഗത്തേക്കൊന്ന് മസാലകൾ തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് കുറച്ച് ഞാൻ മുകളിൽ കുറച്ചുകൂടി ഓയിലൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ബ്രഷ് എടുത്തിട്ട് അധികം ഓയിൽ ചെയ്യുന്നില്ല, കുറച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ നമ്മുടെ അൽഫാമിടെ റെഡിയായി വെന്തോന്ന് അറിയാൻ വേണ്ടി ഞാനൊരു സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുത്തിയിട്ട് അത് ഫുള്ളായിട്ട് താണു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ വെന്തതെന്നാണ് അർത്ഥം. അപ്പോൾ നമ്മുടെ ചിക്കനിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുത്തിയ പിന്നൊക്കെ നന്നായിട്ട് താണിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറിയൊരു പീസും കഴിച്ചു നോക്കിയിട്ടുണ്ട്. അതിനു മുമ്പ് ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടി നാരങ്ങ ഒന്ന് പിഴിഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ കാണുമ്പോൾ തന്നെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റും പറയേണ്ടതില്ലല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ പരീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.